തീവണ്ടിയിലെ കൊള്ളയ്ക്ക് പിന്നിൽ വൻ സംഘമെന്ന് സൂചന. കൊള്ള നടത്തിയ 4 പേരുടെ വിരലടയാളം ലഭിച്ചു. IDBI ബാങ്കിന്റേതാണ് നഷ്ടമായ 5,75,00,000 രൂപ. വിവരങ്ങളുമായി ബിജു മുത്തത്തി ചേർന്നുണ്ട്. ബിജു, വിശദാംശങ്ങൾ. സൗമ്യ, സേലത്തിൽ നിന്ന് ചെന്നൈയിലുള്ള റിസർവ് ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിലേക്ക് കൊണ്ടുപോയ 342 കോടി രൂപ 3 പ്രത്യേക ബോഗികളിലായി കൊണ്ടുപോയിരുന്ന 342 കോടി രൂപയിൽ നിന്നും ഇപ്പോൾ കൊള്ളയടിക്കപ്പെട്ടതായി കണക്കാക്കിയിരിക്കുന്നത് 5,75,00,000 രൂപയാണ്. ഈ 5,75,00,000 രൂപയും IDBI ബാങ്കിൻ്റെ പണമായിട്ടുമാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് 2 പോർട്ടർമാരെയാണ്. ഈ 2 പോർട്ടർമാർ സേലത്തെ സ്റ്റേഷനിലുള്ള 2 പോർട്ടർമാരാണ്. സേലത്തെ സ്റ്റേഷനിൽ വെച്ച് ഇവരാണ് പണം ഈ 3 വാനുകളിലേക്ക്, അതായത് 3 വാഗണുകളിലേക്കായിട്ട് പണം കയറ്റിയിരുന്നത്. അതുകൊണ്ട് ആണ് ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ എന്തു തന്നെയായാലും ഈ പണം പുറത്തു പോകാൻ ഇടയുണ്ടാകുന്ന സാഹചര്യം ഇത്തരം പോർട്ടർമാരോ ഇത്തരം ഉദ്യോഗസ്ഥരുടെയോ ഒക്കെ സഹായം ഇല്ലാതെ നടക്കില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കരുതുന്നത്. എന്തായാലും 5,75,00,000 കോടി രൂപ 5,75,00,000 രൂപ നഷ്ടമായിട്ടുണ്ട്. 342 കോടിയുടെ ആകെ നോട്ടുകെട്ടുകളാണ് വിവിധ 226ഓളം പെട്ടികളിലായിട്ടാണ് ഈ നോട്ടുകെട്ടുകൾ തീവണ്ടിയിൽ സേലം ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ്സിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. ഈ ഓടുന്ന ട്രെയിനിൽ നിന്നും ഇത് മോഷ്ടിക്കപ്പെടുക കൊള്ളയടിക്കപ്പെടുക എന്നുള്ളത് അതൊരു അതിസാഹസികമായ ഉദ്യമം തന്നെയായിരുന്നു. ഒരുപക്ഷെ മനുഷ്യ സാധ്യതയ്ക്കും അപ്പുറമുള്ള ഒരു കാര്യമായിരിക്കും ഓടുന്ന ട്രെയിനിൽ നിന്നും ഗ്യാസ് ട്രെയിൻ, പ്രത്യേകിച്ച് വൈദ്യുതീകരിച്ച പാളമാവുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് നിർത്തിയിട്ട സ്റ്റേഷനിൽ വെച്ച്, പ്രത്യേകിച്ച് വിരുദ്ധാചലം പോലുള്ള സ്റ്റേഷനിൽ വെച്ചാണോ മോഷ്ടിക്കപ്പെട്ടതെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഗ്രാമവാസികളായിരിക്കില്ല അതിൻ്റെ പിന്നിൽ, വൻ സംഘം തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്നും കരുതുന്നു. സൗമ്യ, ആ വിധത്തിലാണ് കാര്യങ്ങൾ. ഒരു പക്ഷേ ആദ്യത്തെ സൂചനകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കവർച്ച നടക്കുന്നു, അവിടെയുള്ള ആളുകളെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ പിന്നെ അതിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിക്കുന്നു. കൂടുതൽ സംഘങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ടോ? അല്ലെങ്കിൽ അന്വേഷണം ആ വിധത്തിലാണോ? എന്തു തന്നെയായാലും സൗമ്യ, തമിഴ്നാട്ടിലെ ഒരു സേലം ചെന്നൈ റൂട്ടിൽ ഒതുങ്ങില്ല ഈ അന്വേഷണം എന്നത് ഉറപ്പാണ്. കാരണം അതിനപ്പുറത്തേക്കും തമിഴ്നാടിനപ്പുറത്തേക്കും ഇതിൻ്റെ അന്വേഷണം വ്യാപിക്കാനിടയുണ്ട്. കാരണം ഒരു DYSP ഉൾപ്പെടെ 16 പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വലയത്തിന് നടുവിൽ ആണ് ഈ 3 ബോഗികളിൽ കൊള്ളയടിക്കപ്പെട്ടത്. ഇത് നിർത്തിയിട്ട ഒരു സ്റ്റേഷനിലാണെങ്കിൽ അത് എങ്ങനെ ഈ സ്റ്റേഷൻ അധികൃതർ ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മോഷ്ടിക്കപ്പെട്ടത് അറിയാതെ പോയി. ഇതിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് എവിടെയായിരുന്നു? ഇവർ ചായ കുടിക്കാനൊക്കെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഈ സ്റ്റേഷനിൽ 5 മിനിറ്റ് മാത്രം വിരുദ്ധാചലം എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിർത്തിയിടാറുണ്ടായിരുന്ന ഈ വണ്ടി അന്നേ ദിവസം എന്തുകൊണ്ട് 20 മിനിറ്റോളം ആയി നിർത്തിയിടപ്പെട്ടു എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. സൗമ്യ, അത്തരത്തിലുള്ള വിവരങ്ങൾ നൽകിയത്.